പൊതുപരിപാടി ആരംഭിക്കുമ്പോൾ ഭാരതാംബയുടെ ചിത്രത്തെ ആരാധിക്കുകയും നിലവിളക്ക് കൊളുത്തുകയും ചെയ്യണം എന്ന ചടങ്ങിനെതിരെ എതിർപ്പും വിമർശനവും ഒക്കെ ഉണ്ടായല്ലോ ഈ അടുത്ത കാലത്ത്. പല പൊതുപരിപാടികളും ആരംഭിക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങ് ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇതിൽ എതിർക്കപ്പെടാൻ എന്താണുള്ളത് എന്ന് ചിലർ ചോദിക്കുകയുണ്ടായി. എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ അതിൽ എതിർപ്പുണ്ടാവില്ലല്ലോ. വിവിധ മതവിശ്വാസികളും ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും രാഷ്ട്രീയ കക്ഷികളും ഉൾക്കൊള്ളുന്ന പൊതുവേദികളിൽ എല്ലാവർക്കും യോജിക്കാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. ആ സാമാന്യ മര്യാദ ലംഘിക്കുകയും അവനവൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എതിർപ്പുകൾ വരിക സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ പക്വതയോടെയുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഈശ്വരനെ പരിഹസിക്കുന്ന ഒരു ഗാനത്തോടെ അല്ലെങ്കിൽ ഒരു വിപ്ലവ ഗാനത്തോടെ ഒരു പൊതുപരിപാടി ആരംഭിക്കുന്നത് നിരീശ്വര സമ്മേളനങ്ങളിൽ സ്വീകരിക്കപ്പെട്ടേക്കാം. ഈശ്വരവിശ്വാസികളും കൂടി അടങ്ങിയ ഒരു സമ്മേളനത്തിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതുപോലെ ഈശ്വര പ്രാർത്ഥന നിർബന്ധമാക്കുമ്പോഴും ഇത്തരം വേദികളിൽ എതിർപ്പ് ഉയരും. തർക്ക വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുവേദികളിൽ വിവേകശാലികൾ ചെയ്യുക. നിലവിളക്കിന് പകരം മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ തീപ്പന്തമോ മൺചരാതോ പെട്രോമാക്സോ ഒക്കെ വേദികളിൽ കൊളുത്തിവെക്കുന്നതും വൈദ്യുതി വിളക്കുകൾ പ്രഭ ചൊരിയുന്ന ഇക്കാലത്ത് പരിഹാസ്യമായി തന്നെ തോന്നും. പണ്ടുകാലത്ത് രാത്രി മുഴുവൻ കഥകളി അരങ്ങേറിയിരുന്നത് നിലവിളക്കിൻ്റെ വെളിച്ചത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് രാത്രി വെളിച്ചത്തിന് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിറക് കൊണ്ട് തീക്കുണ്ടമുണ്ടാക്കി അതിന് ചുറ്റുമായിരുന്നു പാട്ടും കൂത്തുമൊക്കെ ആദിമ മനുഷ്യന്മാർ നടത്തിയത്. സ്വയം തീ ഉണ്ടാക്കാൻ വേണ്ടി ആയിരക്കണക്കിന് വർഷം ആദിമ മനുഷ്യർ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അരണിമരത്തിൻ്റെ കമ്പ് കടഞ്ഞാൽ തീ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചത്. നിസ്സഹായനായ മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിലൂടെ ചെയ്യേണ്ടി വന്ന ഈ സാഹസം നിമിഷ നേരം കൊണ്ട് തീ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ആധുനിക യുഗത്തിൽ മണിക്കൂറുകൾ അരണി കടഞ്ഞ് തീ ഉണ്ടാക്കുന്നത് മതപരമായ ആചാരമായിരിക്കാം. വിവേകശാലികൾക്ക് അത് പരിഹാസ്യം മാത്രമാണ്. ഈ ചടങ്ങ് കഴിഞ്ഞ ശേഷം ഇവർ ആരും മരപുരിയും ധരിച്ച് ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്ത് കയറിയല്ല സഞ്ചരിക്കുക. ആധുനിക വസ്ത്രങ്ങളും ആധുനിക വാഹനങ്ങളും ഉപയോഗിച്ച് ആധുനിക ജീവിതം നയിക്കുന്ന ആളുകളാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. ക്ഷേത്രങ്ങളുടെ ചുറ്റിലും വെളിച്ചത്തിന് വേണ്ടി പണ്ട് കൽവിളക്കുകൾ സ്ഥാപിച്ചത് ബുദ്ധിപൂർവമായ പ്രവൃത്തിയാണ്. എന്നാൽ ഇന്ന് പല ക്ഷേത്രങ്ങൾക്ക് ചുറ്റും കൂടുതൽ വെളിച്ചവും ഭംഗിയും നൽകുന്ന ഇലക്ട്രിക് ബൾബുകളാണ് വിശ്വാസികൾ തന്നെ അലങ്കരിക്കുന്നത്. അതുതന്നെയാണ് ശരിയായ പ്രവൃത്തി. നിലവിളക്ക് ഇന്നും തുടരുന്നതിൽ മതവിശ്വാസം മാത്രമാണ് സ്വാധീനിക്കുന്നത്. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. വിളക്കിലെ നാളം ലക്ഷ്മി ദേവിയുടെയും പ്രകാശം സരസ്വതിയുടെയും തീനാളത്തിലെ ചൂട് പാർവതിയുടെയും പ്രതീകങ്ങളാണ്. നിലവിളക്ക് കൊളുത്തുമ്പോൾ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നത് ഒരു പ്രത്യേക മതവിശ്വാസമാണ്. വിളക്കിലെ തിരികളുടെ എണ്ണം അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടും എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതൊക്കെ ഒരു പ്രത്യേക മതവിശ്വാസികൾക്ക് മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ. ചടങ്ങിൽ നിലവിളക്കിന് വേണ്ടി ശാഠ്യം പിടിക്കുന്നവർക്ക് സ്വന്തം വീട്ടിൽ ബൾബും ട്യൂബും ഫാനും AC-യും ഒക്കെ ഇല്ലെങ്കിൽ അരിശം വരികയും ചെയ്യും. കാലത്തിന് ഇണങ്ങാത്ത ചിന്തകളാണ് അന്ധവിശ്വാസങ്ങളായി മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്ന് നാം അറിയണം. നന്ദി.